ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയുടെ പ്രതിമ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ അനാച്ഛാദനം ചെയ്തു. രാജ്യചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു രാജാജിയെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. രാജാജിയുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കുക എന്നതാണ് അദ്ദേഹത്തിന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ആദരമെന്നും ശ്രീമതി ദ്രൗപദി മുർമു പറഞ്ഞു. രാജാജി ഉത്സവിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി L മുരുകൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും രാജാജിയുടെ കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു. ബ്രിട്ടീഷ് ശില്പി എഡ്വിൻ ലറ്റ്യൻസിന്റെ പ്രതിമയ്ക്ക് പകരമാണ് രാജാജിയുടെ പ്രതിമ സ്ഥാപിച്ചത്. മാർച്ച് 1 വരെ നടക്കുന്ന രാജാജി ഉത്സവിൽ സി രാജഗോപാലാചാരിയെക്കുറിച്ചുള്ള പ്രദർശനവും നടക്കും. സ്വർണ്ണവില സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ ബജറ്റാനന്തര യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഉത്സവകാലങ്ങളിൽ സ്വർണ്ണവില വലിയ തോതിൽ വർദ്ധിക്കാറുണ്ടെങ്കിലും പരിധി കടന്നിട്ടില്ലെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും സുതാര്യമായ ക്യാബ് സേവനമായി സഹകരണ ടാക്സി സർവീസായ ഭാരത് ടാക്സി മാറുമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ. ന്യൂഡൽഹിയിൽ ഭാരത് ടാക്സി ഡ്രൈവർമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത് ടാക്സിയിലെ ഡ്രൈവർമാർക്ക് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും വായ്പാ സൗകര്യങ്ങളും ലഭിക്കുമെന്നും ശ്രീ അമിത് ഷാ അറിയിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ സർക്കാർ നിയമിച്ചു. മുൻ ചീഫ് സെക്രട്ടറി VP ജോയിയാണ് ചെയർമാൻ. M രാജഗോപാലൻ നായർ, റിട്ടയർഡ് അഡീഷണൽ സെക്രട്ടറി ശ്രീലത സുകുമാരൻ എന്നിവരാണ് മറ്റംഗങ്ങൾ. റിപ്പോർട്ട് 3 മാസത്തിനകം ലഭ്യമാക്കണമെന്ന് നിർദ്ദേശിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ശബരിമല വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല സ്വർണ്ണ അപഹരണ വിഷയം വീണ്ടും ഉന്നയിച്ചാണ് പ്രതിപക്ഷം ഇന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചു. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ശബരിമല വിഷയത്തിൽ യാതൊരു തെളിവുമില്ലാതെയാണ് തന്ത്രിക്കെതിരെ കേസെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തന്ത്രിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ഇടുക്കിയിൽ ആവശ്യപ്പെട്ടു. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ BJPയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് അയ്യപ്പ ജ്യോതി തെളിയിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. യുവതി പ്രവേശന വിഷയത്തിൽ ഉത്തരം പറയാൻ CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് വലിയങ്ങാടിയിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നുണ്ടായ അപകടത്തിൽ 3 മരണം. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. കോഴിക്കോട് സ്വദേശികളായ ജബ്ബാർ, അഷ്റഫ്, ബഷീർ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ ഒരാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ 2,69,53,644 സമ്മതിദായകർ. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. ഏറ്റവും കൂടുതൽ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഗുജറാത്തിലാണ്. ലക്ഷദ്വീപിലാണ് ഏറ്റവും കുറവ് വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിലും ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിലും പ്രതിഷേധിച്ച് ജില്ലയിലെ സർക്കാർ ഡോക്ടർമാർ നാളെ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുമെന്ന് KGMOA ആശുപത്രി സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും നേരെയുണ്ടായ അതിക്രമം ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമാണെന്നും അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്ത് 2000 കോടി രൂപയുടെ ബൃഹത്തായ പൊതുമേഖലാ ലോജിസ്റ്റിക്സ് പദ്ധതിയുമായി കേരള സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ഒപ്പുവെച്ചു. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരുന്നു ചടങ്ങ്. വിഴിഞ്ഞത്തെ പൂർണ്ണ തോതിലുള്ള സാമ്പത്തിക വികസന കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ലക്ഷദ്വീപിൽ എല്ലാ ബുധനാഴ്ചകളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്ന നോ വെഹിക്കിൾ ഡേ ഉത്തരവ് റംസാൻ മാസം അവസാനിക്കുന്നതുവരെ നടപ്പിലാക്കില്ലെന്ന് ഭരണകൂടം കേരള ഹൈക്കോടതിയിൽ അറിയിച്ചു. നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് ചോദ്യം ചെയ്തു നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ദ്വീപ് ഭരണകൂടം സത്യവാങ്മൂലത്തിലൂടെ തീരുമാനമറിയിച്ചത്. വിഷയത്തിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി ഹർജി അടുത്ത മാസം 16 മാറ്റിവെച്ചു. കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനം മാനവ വിഭവശേഷിയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കൊച്ചിയിൽ സ്വകാര്യ മാധ്യമ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.